വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അടൂർ പ്രകാശും കെ ബാബുവും മാറി നിൽക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി തള്ളി. ഇതിനിടെ താനും മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. അന്തിമ തീരുമാനം സോണിയാഗാന്ധി കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സോണിയാഗാന്ധിയുമായി നേതാക്കളുടെ ചർച്ച വൈകിട്ട് 7:30 നടക്കും. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സാർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുരേഷ്, ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം നേരത്തെ നടന്ന സീറ്റുകൾക്ക് പുറമെ ഘടകകക്ഷികളുമായുള്ള ചർച്ചയിൽ 2 സീറ്റുകളുടെ കാര്യത്തിൽ കൂടി കൂടുതൽ തർക്കം ഉടലെടുത്തിരിക്കുന്നു. പുതുശ്ശേരിയിലും ചാത്തന്നൂരുമാണ് ഘടകകക്ഷികളുമായുള്ള തർക്കത്തെ തുടർന്നുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസിനുള്ളിലെ തർക്കത്തെ തുടർന്ന് വടക്കാഞ്ചേരിയിലും കൊല്ലത്തും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി CN ബാലകൃഷ്ണന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷെ CN ബാലകൃഷ്ണന് പകരം മറ്റൊരാളെ അവിടെ മത്സരിപ്പിക്കണം എന്നതാണ് VM സുധീരന്റെ ആവശ്യം. ഇതിന് ഐ ഗ്രൂപ്പിന്റെ മണ്ഡലമായതിനാൽ ഐ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ അത്ര പിന്തുണ ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള തർക്കം ഇന്ന് രാവിലെയോടുകൂടി രൂക്ഷമായിട്ടുണ്ട്. കൊല്ലത്ത് നേരത്തെ തന്നെ ബിന്ദു കൃഷ്ണയെ മത്സരിപ്പിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ശൂരനാട് രാജശേഖരൻ അടക്കമുള്ളവർ കൊല്ലം സീറ്റിന് വേണ്ടി ഇപ്പോൾ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം സീറ്റിന്റെ കാര്യത്തിലും അന്തിമ ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഇന്ന് സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് പ്രധാന തർക്ക വിഷയങ്ങളായ 3 മന്ത്രിമാരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യത്തിൽ വിഷയം സോണിയാഗാന്ധിക്ക് വിടാനാണ് മല്ലികാർജ്ജുന ഖാർഗെ അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം രാവിലെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 7:30 സോണിയാഗാന്ധി 3 നേതാക്കളെയും കാണുന്നുണ്ട്. സംയുക്തമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ AICCയിലെ ചില നേതാക്കൾ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായി ചില ആശയങ്ങൾ കൈമാറിയിരുന്നു. അതായത് തുടർച്ചയായി മത്സരിക്കുന്നവരെ ഒഴിവാക്കുക എന്ന VM സുധീരന്റെ ആവശ്യം മാറ്റാം. പകരം ആരോപണ വിധേയരെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ ചർച്ചയാകാം. ആരോപണ വിധേയർ എന്നാകുമ്പോൾ അടൂർ പ്രകാശിനും ബാബുവിനുമാണ് കൂടുതൽ പ്രശ്നമാകുന്നത്. അതുകൊണ്ട് ഇരുവരെയും ഒഴിവാക്കിയേക്കാം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇത് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി ഇതിനെ ശക്തമായി എതിർത്തു. എന്ന് മാത്രമല്ല, ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശത്തെ ശക്തമായി തള്ളിക്കളഞ്ഞ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇവരെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ താൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല, പുതുപ്പള്ളിയിൽ തന്റെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന തരത്തിലാണ് ഉമ്മൻചാണ്ടി സംസാരിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ AI ഗ്രൂപ്പ് തർക്കം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ KPCC പ്രസിഡന്റ് VM സുധീരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം തന്നെയാണ് സമീപ ദിവസങ്ങളിൽ വച്ചു പുലർത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വൈകിട്ട് 7:30 സോണിയാഗാന്ധിയുമായുള്ള ഉണ്ടാകുന്ന ചർച്ചയിൽ മഞ്ഞുരുകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണോ നേതാക്കന്മാർ? സുരേഷ്, സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഏറ്റവും അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. കാരണം ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നത്. ഇന്ന് കൂടി ചേർന്ന യോഗം കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 4ഓളം പ്രാവശ്യം യോഗം ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ഉണ്ടായില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് സമിതി ഇന്നലെ ചേർന്നിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AK ആന്റണി എന്നിവരാണ് ഈ തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങൾ. ഇവർക്കും ഒരു പരിഹാരം നിർദ്ദേശിക്കാനായില്ല. ആ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധി തീരുമാനമെടുക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നേതാക്കൾ തന്നെ അറിയിക്കുന്ന പ്രകാരമാണെങ്കിൽ AK ആന്റണിയിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സോണിയാഗാന്ധി എടുക്കുന്ന തീരുമാനം VM സുധീരനും ഉമ്മൻചാണ്ടിക്കും അംഗീകരിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കീഴടങ്ങേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് ആരാകും എന്നതാണ് ഇനി നിർണായകം. 4 സീറ്റുകളിൽ 2 സീറ്റുകളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകേണ്ടി വരും എന്ന സൂചനയും ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വ്യക്തമാണ്. UDFിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കീറാമുട്ടിയായി തുടരുകയാണ്. ദില്ലിയിൽ നിന്നും സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇനി സോണിയാഗാന്ധി കൈക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല. വൈകിട്ട് 7:30 കേരള നേതാക്കൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തീരുമാനങ്ങളായിട്ടില്ല. വൈകുന്നേരം 7:30 സോണിയാജിയുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒന്നും ശരിയല്ല. എല്ലാ തീരുമാനങ്ങളും 7:30 സോണിയാജിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്ത് പുറത്ത്. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യതയുള്ളത് തനിക്കാണെന്നാണ് പ്രതാപൻ കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി തന്നെ ഈ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. എന്നാൽ കത്ത് അയച്ചിട്ടില്ലെന്ന് പ്രതാപൻ പ്രതികരിച്ചു. പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു.
മത്സരിക്കാനില്ലെന്നും സംഘടനാ പ്രവർത്തനം നടത്താനാണ് താൽപര്യമെന്നും പ്രഖ്യാപിച്ച് കയ്യടി നേടിയ TN പ്രതാപൻ തൃശൂരിലെ കയ്പമംഗലത്ത് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ പ്രതാപൻ അയച്ച ഡിജിറ്റൽ കത്ത് തെരഞ്ഞെടുപ്പ് സമിതിയിൽ വായിച്ചു. പിന്നീട് സീറ്റ് നൽകാൻ അനുവാദം നൽകുകയും ചെയ്തു. കയ്പമംഗലത്ത് ഏറ്റവും വിജയസാധ്യത ഉള്ളത് തനിക്കാണെന്നും മുസ്ലിം വോട്ടർമാരുടെ പിന്തുണയുണ്ടെന്നും അറിയിച്ചാണ് TN പ്രതാപൻ കത്തയച്ചത്. എന്നാൽ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ എതിരാളികളാണെന്ന വ്യാഖ്യാനമാണ് പ്രതാപൻ നടത്തിയത്. ഞാൻ ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുമില്ല. 100% അടിസ്ഥാനരഹിതമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ, ആ നല്ല സുഹൃത്തുക്കളുടെ ഒരു സ്ക്രീൻ പ്ലേ ആയി അതിനെ കണ്ടാൽ മതി. അതേസമയം പ്രതാപനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. TN പ്രതാപന്റെ ആദർശ പൊയ്മുഖം അഴിഞ്ഞു വീണുവെന്ന് ഡീൻ കുര്യാക്കോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറഞ്ഞ പ്രതാപൻ KSU ജില്ലാ പ്രസിഡന്റിന്റെ അവസരം തട്ടിയെടുത്തെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്ന സീറ്റാണ് പ്രതാപന്റെ നീക്കത്തിലൂടെ നഷ്ടമായതെന്ന് ശോഭ സുബിൻ പറഞ്ഞു. തുടക്കത്തിൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. എന്നാൽ KSU പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ടല്ലോ എന്നായിരുന്നു പ്രതാപന്റെ മറുപടി. കൊടുങ്ങല്ലൂരിൽ പരാജയ സൂചന മുന്നിൽ കണ്ടാണ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതായി TN പ്രതാപൻ പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA ആയ VS സുനിൽകുമാർ കയ്പമംഗലത്ത് നിന്ന് മാറുന്നതായി അറിഞ്ഞതോടെയാണ് ആദർശം പറഞ്ഞ പ്രതാപൻ സീറ്റ് ഉറപ്പിക്കാൻ രഹസ്യ കരുക്കൾ നീക്കിയത്. പ്രതാപന്റെ ആദർശമുഖം പുകഴ്ത്തിയ VM സുധീരനുള്ള കനത്ത തിരിച്ചടിയുമായി ഈ രഹസ്യ നീക്കം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. N സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ KP അനിൽകുമാറിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി. നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. UDF സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ ദിവസങ്ങളായി തുടരുന്ന വടംവലിയാണ് പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് എത്തിയത്. അവസാന നിമിഷം കൊയിലാണ്ടിയിൽ N സുബ്രഹ്മണ്യനെ UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ കൊയിലാണ്ടിയിൽ പരസ്യ പ്രതിഷേധവുമായി 200-ലേറെ കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. ചേമഞ്ചേരി, പയ്യോളി, ചെങ്ങോട്ടുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. സോളാർ ആരോപണ വിധേയനായ N സുബ്രഹ്മണ്യനെ മാറ്റണമെന്നും പേയ്മെന്റ് സീറ്റാണെന്നും ആരോപിച്ച് പ്രവർത്തകർ നഗരത്തിലുടനീളം പോസ്റ്ററും പതിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന KP അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരുമെന്ന് KP അനിൽകുമാർ അനുയായികൾ പറഞ്ഞു. ഇത്തരം വിവാദത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ യാതൊരുവിധ ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരാൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് ഞങ്ങളും മേൽക്കമ്മിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരം രീതിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട മണ്ഡലമായി ചരിത്രത്തിൽ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്ന കൊയിലാണ്ടി അത് CPMനോടൊപ്പം പോകുമെന്നുള്ള കാഴ്ചപ്പാട് കൊയിലാണ്ടിയിലെ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും KSUക്കാർക്കും UDFന്റെ മൊത്തം പ്രവർത്തകർക്കും കൊയിലാണ്ടിയിലെ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനാൽ വിഷയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. जरूरत की बात नहीं है और ऐसा है इधर कोई ऐसे साधारण आदमी भी ऐसे अनिल कुमार जी को मानता है. अनिल कुमार इधर 5 साल के अंदर बहुत सारे काम किया है, तो इसलिए ICC को मैं रिक्वेस्ट करता हूँ कोई हालत में इधर NS को इधर नहीं डालने का. इधर जरूर अनिल कुमार जी है. സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭാരവാഹി ശ്രീജാറാണി ഉൾപ്പെടെ നിരവധി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചിട്ടുണ്ട്. N സുബ്രഹ്മണ്യൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ നിസ്സഹരണം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KP അനിൽകുമാർ അനുയായികളുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ പറഞ്ഞു. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ സീറ്റുകളാണ് പരിഗണിക്കുന്നത്. ആരുടെ പിന്തുണ ലഭിച്ചാലും സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരരംഗത്ത് വരുന്ന പക്ഷം ഞാൻ തിരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, അങ്കമാലി ഈ 3 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ
മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. പുനലൂരിലും കരുനാഗപ്പള്ളിയിലും KPCCക്കെതിരെ രൂക്ഷ വിമർശനവുമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തങ്ങൾക്ക് പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളെയും കെട്ടിയിറക്കുന്നതിനെതിരെയാണ് പോസ്റ്ററുകളിൽ പ്രതിഷേധം. മറ്റ് ചിഹ്നങ്ങൾ അനുവദിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിക്കരുതെന്നും പോസ്റ്ററുകളിൽ പറയുന്നു. കരുനാഗപ്പള്ളിയിൽ പേയ്മെന്റ് സീറ്റും നേതാക്കന്മാർക്ക് ഭാരവാഹിത്വം പണം വാങ്ങി നൽകുന്നതായും ആരോപിക്കുന്നു. തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. 12 മണ്ഡലം പ്രസിഡന്റുമാരാണ് പരസ്യമായി പുതുശ്ശേരിക്കെതിരെ രംഗത്തെത്തിയത്. PJ കുര്യനും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരടക്കം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 12 കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിക്ടർ ടി തോമസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച ആൾക്ക് സീറ്റ് നൽകുന്നത് ശരിയല്ലെന്ന് കാണിച്ച് പരസ്യ പ്രസ്താവനയും ഇവർ ഇറക്കിയിട്ടുണ്ട്. പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് UDF-നോടുള്ള അവഹേളനമാണ്. ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ നിയോഗിച്ചാൽ ഇവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ജോസഫ് എം പുതുശ്ശേരിക്ക് സീറ്റ് നൽകരുതെന്ന് നേരത്തെ PJ കുര്യനും ആവശ്യപ്പെട്ടിരുന്നു. പുതുശ്ശേരി മത്സരിച്ചാൽ വിക്ടറിന്റെ അനുകൂലികളും വിക്ടർ മത്സരിച്ചാൽ പുതുശ്ശേരിയുടെ അനുകൂലികളും പരസ്പരം കാലുവാരും എന്ന ആശങ്കയ്ക്കിടയിലാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻപിള്ള നേമത്ത് സ്ഥാനാർത്ഥിയായേക്കും. ഇതിനായി JDU നേതൃത്വവുമായി ആശയവിനിമയം നടത്തി. കടുത്തുരുത്തി സീറ്റ് വിജയസാധ്യതയില്ലാത്തതാണെന്ന് സുരേന്ദ്രൻപിള്ള ആവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് സുരേന്ദ്രൻപിള്ളയുടെ തീരുമാനം. ഇതിനായി JDU-വുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം വിളിച്ചത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി സുരേന്ദ്രൻപിള്ളയെ അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കടുത്തുരുത്തി സീറ്റ്, ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള ഞങ്ങളുടെ ചെയർമാൻ്റെ ആഗ്രഹം, അത് മെയ് 19-ാം തീയതി ആകുമ്പോൾ ആസ്ഥാനത്താകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. തന്നോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും രാജിവെച്ചതായി സുരേന്ദ്രൻപിള്ള അവകാശപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാറുമായി കോഴിക്കോട് വെച്ച് സുരേന്ദ്രൻപിള്ള ചർച്ച നടത്തിയിരുന്നു. JDU-വിൽ ചേരുന്നതിനുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞതായി സുരേന്ദ്രൻപിള്ള പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സുരേന്ദ്രൻപിള്ള ഇത്തവണ തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതമേലധ്യക്ഷന്മാരുടെ വാക്കുകേട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുകയെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. ചിന്തിക്കുന്ന മലയാളികൾ നല്ല വ്യക്തികൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂവെന്നും മറ്റു കാര്യങ്ങൾ അവരെ സ്വാധീനിക്കുകയില്ല എന്നും കമാൽ പാഷ കൊച്ചിയിൽ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ പറയുന്ന കേട്ട് ആരെങ്കിലും വോട്ട് ചെയ്യും? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരാൾ ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാർക്കും വോട്ട് ചെയ്യണേ എന്ന് എന്റെ എത്ര അടുത്ത ആൾ പറഞ്ഞാലും ഞാൻ ആലോചിക്കും അയാൾക്ക് വോട്ട് കൊടുക്കണോ വേണ്ടയോ. അങ്ങനെ ചെയ്യാറുള്ളൂ. ഇവിടെ മതമേലധ്യക്ഷന്മാരെന്ന് പറഞ്ഞിട്ട് ആരും വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ആരും ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ശക്തിയുള്ളവരും കഴിവുള്ളവരുമാണ്. അവര് ചിന്തിക്കും, അവര് നോക്കണം, നല്ല ആളുകൾക്ക് നോക്കി വോട്ട് ചെയ്യും. അതാണ് അത് ഒരു നല്ലത്. വേറെ ഒന്നും അതിനകത്ത് വേറെ കാര്യങ്ങളും മതത്തിന്റെ ആ കെട്ടുപാടുകളോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ആളുകൾ നോക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ ഇടതു തരംഗമെന്ന് ടൈംസ് നൗ ഇന്ത്യ TV സി വോട്ടർ അഭിപ്രായ സർവേ. LDF 86 സീറ്റുകളിൽ വിജയം നേടും. UDF-ന് 53 സീറ്റുകളും BJP-ക്ക് 1 സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത്. സോളാർ ഉൾപ്പെടെ സർക്കാരിന്റെ അഴിമതി UDF-ന് തിരിച്ചടിയാകുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടത്.
UDF സർക്കാരിന്റെ പ്രവർത്തനത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രകടനത്തിലും കേരളത്തിലെ ജനങ്ങൾ തൃപ്തരല്ല. UDF സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തിയില്ലെന്ന് സർവേയിൽ പങ്കെടുത്ത 45% പേരും അഭിപ്രായപ്പെട്ടപ്പോൾ 21% പേരാണ് ഭരണത്തിൽ സംതൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രകടനം മോശമെന്ന് 43.3% പേർ അഭിപ്രായപ്പെട്ടു. വോട്ടർമാരുടെ കണ്ണിൽ ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന പ്രശ്നം അഴിമതി തന്നെ. സർവേയിൽ പങ്കെടുത്ത 37.3% പേരാണ് അഴിമതി മുഖ്യപ്രശ്നമായി ചൂണ്ടിക്കാട്ടിയത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, വർഗീയത തുടങ്ങിയ വിഷയങ്ങളും വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ മാനദണ്ഡമാക്കുമെന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്ന് അടിവരയിടുന്ന സർവേ LDFന് 86 സീറ്റുകളും UDFന് 53 സീറ്റുകളും NDAക്ക് 1 സീറ്റും ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. 2011 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന്റെ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. 2011 45.8 നിന്നും 41% വോട്ട് ശതമാനം കുറയുക. സീറ്റുകൾ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് ബംഗാളിൽ ഇടതുപക്ഷം ഇത്തവണ കരുത്തുകാട്ടുമെന്നും സർവേ പറയുന്നു. തമിഴ്നാട്ടിൽ AIDMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്ന സർവേ അസമിൽ BJPക്കാണ് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഇടുക്കി വാഗമണ്ണിൽ പട്ടയത്തിലെ സർവേ നമ്പർ തിരുത്താനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ദുരിതം നേരിടുന്ന കർഷകർക്ക് പട്ടയം ലഭിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി പുകമറ സൃഷ്ടിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ആരോപിച്ചു. വാഗമണ്ണിൽ 1 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി ലഭിക്കുമെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ഇടുക്കി പട്ടയത്തിലെ സർവേ നമ്പർ സ്വകാര്യ വ്യക്തിക്ക് തിരുത്തി നൽകാനുള്ള റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവിനെതിരെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നത്. പ്രദേശത്ത് ആയിരക്കണക്കിന് കർഷകരുടെ പട്ടയത്തിൽ സമാന തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇവരെ റവന്യൂ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നു. 1 ലക്ഷം രൂപ കൈക്കൂലി നൽകിയാൽ ഉദ്യോഗസ്ഥർ 1 ഏക്കർ ഭൂമിക്ക് രേഖകൾ നൽകുന്ന സ്ഥിതിയാണ് വാഗമണ്ണിലെന്നും DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു. ഇങ്ങനെ സർവേ നമ്പർ തെറ്റിക്കിടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ മേഖലയിലെ ഒരു ആയിരക്കണക്കിന് കർഷകരെ നിരന്തരമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഏത് ഗവൺമെൻറ് ഇരുന്നാലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 1 ഏക്കർ സ്ഥലത്തിന് 1 ലക്ഷം രൂപ വെച്ച് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം ശരിയാക്കി കൊടുക്കും. ഒരു കുഴപ്പമില്ല. അവൻ NOCയും കൊടുക്കും, അവർ പോക്കുവരവും ചെയ്തു കൊടുക്കും. പണമുണ്ടോ അവിടെ NOC ഉണ്ട്, പോക്കുവരവും ചെയ്യും, ഒരു തടസ്സവും ഇല്ല. നിലവിലെ വിവാദം കർഷകർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യം നൽകാതിരിക്കാനുള്ള പുകമറ സൃഷ്ടിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ കാണുന്നൊരു പ്രത്യേകത എന്നറിയോ, ചില നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുകമറ ഉണ്ടാക്കുക. പട്ടയ പ്രശ്നം പരിഹരിക്കാൻ നിയോഗിച്ച റവന്യൂ സംഘത്തിന്റെ പ്രവർത്തനത്തിലും കോൺഗ്രസ് ജില്ലാ നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയ നടപടി പിൻവലിക്കണമെന്ന DCCയുടെ ആവശ്യം നിലനിൽക്കെയാണ് വാഗമൺ സർവേ നമ്പർ തിരുത്തൽ വിവാദത്തിലും എതിർപ്പറിയിച്ച് ജില്ലാ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മദ്യവിൽപ്പനയിൽ വൻ വർധന. 2015-16 സാമ്പത്തിക വർഷം വിറ്റഴിച്ചത് 10,534 കോടി രൂപയുടെ മദ്യമാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 1,414 കോടി രൂപയുടെ അധിക വിൽപ്പന. ബിയർ വിൽപ്പനയിലും ഗണ്യമായ വർധനവുണ്ടായി. 2015-16 വിറ്റത് 136 ലക്ഷം കേസ് ബിയർ. 2014-2015 വിറ്റത് 85 ലക്ഷം കേസ് ബിയർ മാത്രമാണ്. മദ്യനയം ഫലം കാണുന്നില്ലെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2014-2015 9,120 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റഴിച്ചതെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ അത് 10,534 കോടിയുടേതായി മാറി. 1,414 കോടി രൂപയുടെ അധിക വിൽപ്പന. ഫെബ്രുവരി 28 വരെയുള്ള കണക്കുകളാണ് ഇത്. മാർച്ച് മാസത്തെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ വിൽപ്പന 11,500 കോടിയിലേക്ക് എത്തുമെന്നാണ് സൂചന. 185 ലക്ഷം കേസ് മദ്യമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത്. ബിയർ വിൽപ്പനയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 85 ലക്ഷം കേസ് ബിയർ വിറ്റഴിച്ചുവെങ്കിൽ ഇത്തവണ അത് 136 ലക്ഷം കേസായി ഉയർന്നു. 41 ലക്ഷം കേസിന്റെ അധിക വിൽപ്പന. ബാറുകൾ പൂട്ടിയതോടെ അധികമായി പാർലറുകൾ അനുവദിച്ചത് ബിയർ വിൽപ്പന ഉയരാൻ ഇടയാക്കിയിട്ടുമുണ്ട്. സർക്കാരിന്റെ മദ്യനയം ഫലം കാണുന്നില്ലെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മദ്യനയം മൂലം സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറയുന്നു എന്നായിരുന്നു സർക്കാരിന്റെ വാദം. വ്യാജവാറ്റ് വർദ്ധിച്ചതും വൻതോതിൽ കഞ്ചാവിന്റെ ഉപഭോഗം വർദ്ധിച്ചതുമാണ് മദ്യനയത്തിന്റെ ബാക്കി പത്രം. KG ദിനകർ, തിരുവനന്തപുരം. മൂന്നാർ കാറ്ററിംഗ് കോളേജ് കാനഡയിലെ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ
മറ്റു രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ തൊഴിൽ സാധ്യതകളാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ വളർന്നു വരികയെന്ന് മുൻ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റോയ് റോഡ്സ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ ടെഷ വെൽച്ച്, യുജിൻ തോംലിൻസൺ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ ടിസാൻ തച്ചങ്കരി, മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഡയറക്ടർ മേരി ടിസാൻ തച്ചങ്കരി എന്നിവർ പങ്കെടുത്തു.